എക്സ്പ്രസിലേക്ക് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ശുശ്രൂഷകളും പാതിരാ കുർബാനയും പുരോഗമിക്കുകയാണ്. കോട്ടയം സെന്റ് സ്റ്റീഫൻസ് ചർച്ചിൽ നിന്ന്, കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നും തത്സമയം. മധ്യമായ ശരീരത്തോടുകൂടെ പരിപൂർണ്ണ മനുഷ്യനായ സ്ത്രീയായി നിയമത്തിനെതിരായിരിക്കുവാൻ നിയമത്തിനെതിരാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമ്മെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീകയിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും ഞങ്ങളെ സംഹരിക്കുകയും മുതലായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച്
വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും നമ്മുടെ അതിരൂപത അധ്യക്ഷനായ മാത്യു മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെയും സ്ത്രീന്മാരുടെയും രക്തസാക്ഷികളുടെയും മധ്യകളുടെയും നിർമ്മാണത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമാവിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകലും എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി നീ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ പീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാകുന്ന ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയിൽ ദൈവമാതാവിന്റെയും അങ്ങയുടെ ദർശനത്തെയും സുന്ദരി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും കാവലസ്മരണ അങ്ങയുടെ അഭിനയവും സുഹൃത്തുവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അത് മാത്രമാണ് പിതാവായ ദൈവമെന്നും അങ്ങയുടെ ദൈവത്തിനായി ശരിശായ ഭൂവാസികളെല്ലാവരും അറിയിക്കേ. ഞങ്ങളുടെ താപവും ദൈവവുമായ വിശ്വാസവും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീന്മാർ, രക്തസാക്ഷികൾ, വേദപാലകന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായിൽ സജീവവും ജീവദായകമായ മുദ്രിതരും പരിശുദ്ധ സ്നാനകമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എല്ലാ മനുഷ്യരും അറിയിക്കേ. മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങനെ നാമത്തിൽ ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. പീഡാനുഭവത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും വന്ദനീയവും വ്യക്തിജനവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ശക്തരായി അതുപൂർവം പ്രാർത്ഥിക്കുമേ. സമാധാനത്തോടുകൂടെ നിന്റെ ദാസരുടെയും കുർബാനയും ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ഭവിക്കും പാവങ്ങളുടെ മോചനത്തിന് മനുഷ്യരുടെ ഉയർത്തുള്ളവരെ പ്രത്യാശയും നിന്നെ പ്രീതിപ്രതികളാവരോട് ഒന്നിച്ച് സ്വർഗ്ഗരാജ്യമായ ജീവിതത്തിലുണ്ടാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപതി അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകടിപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മുന്നിലെത്തുമ്പോൾ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു.
കർത്താവേ, അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ. ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശ്വരമിശിഹായ നാമത്തിൽ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതിൽ ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതുമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അഭ്യർത്ഥനകളോട് സമർപ്പിക്കാം. അനുതാപത്തിൽ നിന്ന് വന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം.
ദേവാലയങ്ങളിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ശുശ്രൂഷകളും പാതിര കുർബാനയും പുരോഗമിക്കുകയാണ്. കോട്ടയം സെന്റ് സ്റ്റീഫൻസ് ചർച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. അതുപോലെ കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തകൾ വേഗം. കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വേണമെന്ന നിലപാടിൽ ഉറച്ച സർക്കാർ. ഡിസംബർ 31 നിയമസഭ വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ഗവർണർ നിലപാട് മാറ്റിയില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. ഗവർണർ അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കുകയാണ് പതിവ്. ഗവർണറോട് ശുപാർശ ചെയ്യുന്നത് ഭരണഘടന പ്രകാരമാണെന്നും മുഖ്യമന്ത്രി. മന്ത്രിസഭാ യോഗത്തിന്റെ തുടക്കത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന്റെ നോട്ട് വായിച്ചു മുഖ്യമന്ത്രി. സർക്കാരിന്റെ അവകാശമാണ് സഭാ സമ്മേളനം വിളിക്കുന്നത്. ഗവർണറുടെ നടപടി ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല. എങ്കിലും ഏറ്റുമുട്ടൽ വേണ്ട. ഒരവസരം കൂടി നൽകാമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ. ഗവർണറെ വിമർശിച്ച സ്പീക്കർ. ഗവർണറുടെ നടപടി ജനാധിപത്യത്തിന്റെ ഉള്ളടക്കത്തിന് ചേർന്നതല്ലെന്ന് സ്പീക്കർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടിയന്തര പ്രാധാന്യവും നിശ്ചയിക്കുന്നത് ജനാധിപത്യ സഭകളാണ്. മന്ത്രിസഭയുടെ തീരുമാനം വിശ്വാസത്തിലെടുത്ത് അംഗീകാരം നൽകുകയാണ് പതിവെന്നും സ്പീക്കർ. ഗവർണറുടെ തീരുമാനം പ്രതികൂലമായാൽ സർക്കാർ നിയമ നടപടിക്കൊരുങ്ങുന്നു. പ്രത്യേക സമ്മേളനം വേണമെന്ന ആവശ്യത്തിലൂടെ കേന്ദ്ര നിയമത്തിനെതിരായ സമരത്തിൽ രാഷ്ട്രീയ മേൽക്കൈ ഉറപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ സർക്കാർ. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര നിയമത്തിന് ബദൽ പുതിയ നിയമം കൊണ്ടുവരാനും മന്ത്രിസഭായോഗ തീരുമാനം. നയപ്രഖ്യാപന പ്രസംഗത്തിലും ഗവർണർ സർക്കാർ പോരിന്റെ കളമൊരുങ്ങുന്നു. കർഷക നിയമത്തിനെതിരായ സർക്കാർ നിലപാടും നയപ്രഖ്യാപനത്തിലുണ്ടാകും. ഇതോടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകമാകും. രണ്ടാംഘട്ട 100 ദിന പരിപാടികൾ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിച്ച് 1500 രൂപയാക്കും. ഭക്ഷ്യക്കിറ്റ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ജനുവരി 1 മുതൽ 4 മാസം കൂടി നൽകും. $50,000 പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കും. ലൈഫ് പദ്ധതിയിലൂടെ 15,000 വീടുകൾ നൽകും. 101 ഭവന സമുച്ചയങ്ങൾ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി. ജനുവരി 5 ഗെയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നും മുഖ്യമന്ത്രി. IPL മത്സരങ്ങൾ കേരളത്തിലേക്കെന്ന് സൂചന. എല്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളെയും പരിഗണിക്കുമെന്ന് BCCI. 2020-ൽ പ്ലേ ഓഫിന് മുൻപുള്ള ഒരു മത്സരവും കേരളത്തിൽ നടന്നേക്കും.